മാക്സിമം ഗോൾഡും സിൽവറും നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ആ രാജ്യത്തിന് ബെനിഫിഷ്യൽ ആകുന്നത്. അല്ലാതെ രണ്ട് രാജ്യങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ ട്രേഡ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മെർക്കലിസം പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ആ മെർക്കലിസ്റ്റ് തിയറിയുടെ പോരായ്മകളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ മേജർ ഈ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിനെ മാറ്റിയിട്ട് ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് വയ്ക്കുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് തിയറി പ്രൊവൈഡ് ചെയ്യുന്നത് ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നെക്സ്റ്റ്. എന്താണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആദം സ്മിത്ത് ഇൻ ദി വെൽത്ത് ഓഫ് നേഷൻസ് 1776. അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ആ വെൽത്ത് ഓഫ് നേഷൻസിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു തിയറി കൺസെപ്റ്റ്, അതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ദി തിയറി എംഫസൈസസ് ഓർ എക്സ്പ്ലെയിൻസ് വൈ കൺട്രീസ് ബെനിഫിറ്റ് ഫ്രം ട്രേഡ് ബേസ്ഡ് ഓൺ എഫിഷ്യൻസി. അതായത് ഇവിടെ പറയുന്നത് മാക്സിമം നേടിയെടുക്കുക എന്നുള്ളതല്ല, ഒരു രാജ്യത്തിന് എന്താണോ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് അവർ ചെയ്യുകയും മറ്റൊരു രാജ്യം, ആ എഫിഷ്യൻസി ഇല്ലാത്ത രാജ്യം, അവിടെ നിന്നും എഫിഷ്യൻസി ഉള്ള രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആ കൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പോൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേതൊരു രാജ്യത്തെക്കാളും ബെറ്ററായിട്ട് നമുക്ക് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റ് രാജ്യങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, മറ്റ് രാജ്യങ്ങൾ നമ്മളുടെ രാജ്യത്ത് നിന്ന് മേടിക്കണം. അതേപോലെ സെക്കൻഡ് രാജ്യത്തിന് ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു രാജ്യം, അവർക്ക് ഏത് പ്രൊഡക്ഷനിലാണോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ ദാൻ അതർ നേഷൻസ്, അതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് സെക്കൻഡ് രാജ്യത്തിന് ഏത് പ്രൊഡക്റ്റിലാണോ ഉള്ളത് അതവർ പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ആക്ച്വലി ആദം സ്മിത്തിൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഓക്കെ, സോ എ കൺട്രി ഹാസ് എൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇഫ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ഗുഡ് യൂസിങ് ഫ്യൂവർ റിസോഴ്സസ് കമ്പയർഡ് ടു അനദർ കൺട്രി. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇന്ത്യക്ക് റൈസ് കൾട്ടിവേഷനിൽ പാകിസ്ഥാനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അതായത് പാകിസ്ഥാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ, കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൈസ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പാകിസ്ഥാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അതേപോലെ പാകിസ്ഥാന് വെയിറ്റ് കൾട്ടിവേഷനിൽ ഇന്ത്യയേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റിസോഴ്സുകൾ ലിമിറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് വെയിറ്റ് കൾട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവരത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റാണ് ഏതിൽ വരുന്നത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് സ്പെഷ്യലൈസേഷനാണ്. സോ കൺട്രീസ് ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. ഒന്നാമതായിട്ട് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്. കൺട്രീസ് ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, ദേ ആർ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ട്രേഡ് ഫോർ അതേഴ്സ്. അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവർ ഏത് ഗുഡ്സിലാണോ മോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് റിസോഴ്സുകൾ ഏറ്റവും കുറഞ്ഞ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏത് ഗുഡ്സാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുകയും ചെയ്യുക. അതേപോലെ ബാക്കിയുള്ള ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യുക. ഈ കൺസെപ്റ്റിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ സ്പെഷ്യലൈസേഷനാണ് ഒന്നാമത്തെ എലമെൻറ്റ്. രണ്ടാമതായിട്ട് എഫിഷ്യൻസി ആൻഡ് ഔട്ട്പുട്ട്. സോ ഫോക്കസ് ഓൺ മാക്സിമൈസിങ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ടു ഇൻക്രീസ് ഓവറോൾ ഗ്ലോബൽ പ്രൊഡക്ഷൻ. അതായത് ഇവിടെ എഫിഷ്യൻസി ഒപ്റ്റിമത്തിലേക്ക് എത്തിക്കുക. നമ്മളെ സംബന്ധിച്ച് വീറ്റ് പ്രൊഡക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീറ്റ് പ്രൊഡക്ഷനിൽ മാക്സിമം സ്പെഷ്യലൈസ് ചെയ്യുക. അതുവഴി നമ്മൾ മാക്സിമം എഫിഷ്യൻസി നേടിയെടുക്കുക. അതുവഴി ഗ്ലോബലി നമ്മളുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത് പറയുന്ന എഫിഷ്യൻസി ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ദീസ് ആർ ദി കോർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് സ്പെഷ്യലൈസേഷനാണ്. ഒരു രാജ്യം ഏത് പ്രൊഡക്റ്റിലാണോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് മറ്റ് രാജ്യങ്ങളോട് ട്രേഡ് ചെയ്യുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ബാക്കി പ്രൊഡക്റ്റുകൾ, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഈ കൺസെപ്റ്റാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ദെൻ മ്യൂച്വൽ ബെനിഫിറ്റ്സ്. ഇവിടെ എങ്ങനെയാണ് മ്യൂച്വൽ ബെനിഫിറ്റ്സ് വരുന്നത്? ട്രേഡ് അലൗസ് കൺട്രീസ് ടു കൺസ്യൂം മോർ ദാൻ ദേ കുഡ് പ്രൊഡ്യൂസ് ഓൺ ദെയർ ഓൺ. അതായത് ഒരു രാജ്യത്തിന് നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തേക്ക് എത്തണമെങ്കിൽ, ബിക്കോസ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ റിസോഴ്സുകളും ഇല്ല. ഇപ്പോൾ ചൈനയിൽ അവൈലബിൾ ആയിട്ടുള്ള അബണ്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ പലതും ഇന്ത്യയിലില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചൈനയിൽ നിന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു മ്യൂച്വൽ ഷെയറിങ് ഹാപ്പൻ ചെയ്യൂ. ആ ഷെയറിങ്ങിന് വേണ്ടി
ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും നമ്മളുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് ഇത്തരം ട്രേഡ് വഴിയാണ്. ഓക്കെ, സോ എൻകറേജസ് ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഇൻഡസ്ട്രീസ്. സോ അതുകൂടാതെ ട്രേഡ് വഴി, ഇത്തരത്തിലൊരു ട്രേഡ് നടത്തുന്നത് വഴി എന്ത് ചെയ്യും, നമ്മളുടെ രാജ്യത്തെ ഏറ്റവും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഇന്നൊവേറ്റ് ചെയ്യാനും കൂടുതൽ അതിൽ നിന്നും ബെറ്ററായുള്ള പ്രൊഡക്റ്റുകൾ ഡിറൈവ് ചെയ്യാനും നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കും. അതാണ് പറഞ്ഞത്, ഇറ്റ് എൻകറേജസ് ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഇൻഡസ്ട്രീസ്. ദെൻ ഒരു എക്സാമ്പിളിലൂടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നമുക്ക് മനസ്സിലാക്കാം. കൺട്രി എ ക്യാൻ പ്രൊഡ്യൂസ് 10 units of cloth with the same resources country B used to produce 5 units. അതായത് ഒരു സെയിം, ഇപ്പോൾ കൺട്രി എക്ക് 10 യൂണിറ്റ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമ്പോൾ അതേ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് 5 യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ ആർക്കാണ് അവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്? എയെ സംബന്ധിച്ച് ക്ലോത്ത് പ്രൊഡക്ഷനിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി കൺട്രി ബി ക്യാൻ പ്രൊഡ്യൂസ് 10 units of wine with the same resources country A used to produce 5 units. അതായത് ബിക്ക് 10 യൂണിറ്റ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എയ്ക്ക് ആകെ 5 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ വൈൻ പ്രൊഡക്ഷനിൽ കൺട്രി ബിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് രാജ്യത്തിനാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്? രണ്ട് കാര്യങ്ങളിലും. ആദ്യം ക്ലോത്തുമായി ആണെങ്കിൽ എയ്ക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ദെൻ വൈൻ പ്രൊഡക്ഷനിലാണെങ്കിൽ ബിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ക്ലോത്ത് പ്രൊഡക്ഷനിൽ എ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വൈൻ ബിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതേപോലെ ബി വൈൻ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ക്ലോത്ത് എ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഈ തിയറി പറയുന്നത്. സോ ട്രേഡ് ബെനിഫിറ്റ്സ് വരുന്നത് എങ്ങനെയാണ്? കൺട്രി എ സ്പെഷ്യലൈസസ് ഇൻ ക്ലോത്ത് പ്രൊഡക്ഷനിൽ കൺട്രി എ സ്പെഷ്യലൈസ് ചെയ്യുന്നു ആൻഡ് വൈൻ അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. വെറാസ് കൺട്രി ബി സ്പെഷ്യലൈസസ് ഇൻ വൈൻ പ്രൊഡക്ഷനിൽ കൺട്രി ബി സ്പെഷ്യലൈസ് ചെയ്യുന്നു ആൻഡ് ക്ലോത്ത് അവർ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവഴി എക്സ്ചേഞ്ച് ഹാപ്പൻ ചെയ്യും. അതുവഴി ദേ വിൽ ഗെറ്റ് മ്യൂച്വൽ ഗെയിൻ. പരസ്പരം ഈ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴി രണ്ട് രാജ്യങ്ങൾക്കും അതുവഴി ബെനിഫിറ്റ് ഉണ്ടാവും. ഇങ്ങനൊരു മ്യൂച്വൽ കൺസെപ്റ്റിനെ പറ്റി എവിടെ പറഞ്ഞിട്ടില്ല? നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന മെർക്കൻലിസത്തിൽ പറയുന്നില്ല. ഇങ്ങനൊരു മ്യൂച്വൽ ബെനിഫിറ്റ് യഥാർത്ഥത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. സോ ഇമ്പാക്റ്റ് എന്താണ്? ഇമ്പാക്റ്റ് സോ മെർക്കൻലിസ്റ്റ് തിയറി അല്ലെങ്കിൽ മെർക്കൻലിസ്റ്റ് ഐഡിയോളജിയെ ഈ തിയറി ചലഞ്ച് ചെയ്തു. ഓക്കെ, ഇതൊരു സീറോ സം ഗെയിം അല്ല. രണ്ട് പാർട്ടീസിനും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് ഈ തിയറി പറയുന്നു. ദെൻ ഇറ്റ് അഡ്വക്കേറ്റഡ് ഫോർ ഫ്രീ ട്രേഡ് ടു പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത് ഗ്ലോബലി. അതായത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാത്ത, അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വെച്ചുകൊണ്ട് ഗവൺമെൻറ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഒന്നും വയ്ക്കാത്ത ഫ്രീയർ ട്രേഡ് കൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി എല്ലാ രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദി ഇമ്പാക്റ്റ്. ഈ തിയറിയുടെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏത് രാജ്യത്തിനാണോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷേ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടും ഒരു രാജ്യത്തിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും ആദം സ്മിത്ത് പറയുന്ന പ്രകാരം ആ രാജ്യത്തിന് പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടാൻ സാധിക്കില്ല. റൈറ്റ്? സി ഡസിൻ്റ് അക്കൗണ്ട് ഫോർ എ സിറ്റുവേഷൻ വെയർ എ കൺട്രി ഹാസ് നോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ എനി ഗുഡ്സ്. ഒരു പ്രൊഡക്റ്റിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു നേഷൻ ഉണ്ടെങ്കിലും അവർക്കപ്പോൾ ഒരു രീതിയിലും ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇമ്പോർട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഈ തിയറി പറയുന്നത്. സോ ലേസ് ദി ഗ്രൗണ്ട് വർക്ക് ഓഫ് ഡേവിഡ് റിക്കാർഡോസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ആ ഒരു പ്രശ്നമാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൻ്റെ ആവശ്യമില്ല, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മതി, അതുവഴി നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എൻ്റർ ചെയ്യാം എന്നാണ് ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. സോ ആ തിയറിയിലേക്ക് നമുക്ക് പോകാം. എന്താണ് അപ്പോൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്നുള്ളത് ക്ലിയർ അല്ലേ? ഏത് രാജ്യത്തിനാണോ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അവർ ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആൻഡ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ അവർ ഇമ്പോർട്ട് ചെയ്യുക. ഇതാണ് ആദം സ്മിത്തിൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി.